Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, miss. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. How is your exam? Exam എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു മിസ്. റിസൾട്ട് വന്നല്ലോ. നല്ലതായിരുന്നു മിസ്. നല്ല എക്സാം ആയിരുന്നു. നല്ല എക്സാം ആയിരുന്നു. ഓക്കെ. എല്ലാ ടോപ്പിക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? എല്ലാ ചാപ്റ്റേഴ്സും? അറ്റൻഡ് ചെയ്തു മിസ്. ചില ഓപ്ഷൻസ് ഒക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. കൺഫ്യൂഷൻ ആയിരുന്നു. എന്റെ ചാപ്റ്റേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? ഞാനെന്റെ ചാപ്റ്റേഴ്സ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നോ? എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം. പറ്റിയത്. ഓക്കെ. ഓക്കെ, അപ്പോ നമ്മള് ഇനി എടുക്കാൻ പോകുന്ന ഭാഗം മൊഡ്യൂൾ 3-ലെ ചാപ്റ്റർ 3 ആണ് കേട്ടോ ഞാൻ എടുക്കുന്നേ. ടെക്സ്റ്റ് തുറന്നു വെക്കുക കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മൊഡ്യൂൾ 3 ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേജ് നമ്പർ അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ ആരെങ്കിലും. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണേ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. HR എന്ന് കേട്ടിട്ടുണ്ടോ? HR നമ്മൾ ഏതൊരു സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, അവിടെ HR പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ. അപ്പോ ആ HR കുറിച്ചാണ് സ്റ്റാഫിന് വേണ്ടി. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോ ആ HR കുറിച്ച്, ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ പേജ് ഒന്ന് റീഡ് ചെയ്യുക. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. ആ ഫുൾ പേജ് ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് റീഡ് ചെയ്യാം. ഫുൾ പേജ് റീഡ് ചെയ്യണം കേട്ടോ. ഫുൾ പേജ് റീഡ് ചെയ്യണം.
ഓക്കെ, കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാല്ലേ എന്താണ് പറയുന്നത്. അപ്പൊ ഞാൻ ഓരോ പാരാഗ്രാഫ് വായിക്കാം, എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, ഒരു സെന്റൻസ് ആയിട്ട് ചിലപ്പോ നമ്മൾ വായിച്ചു പോയി ചിലപ്പോ തീരില്ല. അതുകൊണ്ട് ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. Okay, the first paragraph is ശ്രദ്ധിക്കൂ. In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures, or guidelines. അതായത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ. അത് ചില കമ്പനികളാകാം, ഹോസ്പിറ്റൽസ് ആവാം, അല്ലെങ്കിൽ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. അപ്പോ ഇതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗോൾസ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ എല്ലാ കമ്പനികൾക്കും ഒരേപോലെയുള്ള ഗോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഒരേ ഗോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഒരിക്കലും അല്ല അല്ലെ. അത് മൾട്ടിപ്പിൾ ആയിരിക്കാം, പലതരത്തിലുള്ള ഗോൾസ് ആയിരിക്കാം ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഈ ലക്ഷ്യങ്ങൾ നേടാനായിട്ട്, അതായത് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു. ഓക്കെ, എ സെറ്റ് ഓഫ് റൂൾസ്, സംടൈംസ് കോൾഡ് പോളിസീസ്, പ്രോഗ്രാം, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഓർ ഗൈഡ് ലൈൻസ്. അതായത് ഒരു സ്ഥാപനം അവരുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പോളിസികൾ രൂപീകരിക്കാം, ചില പ്രോഗ്രാംസ് രൂപീകരിക്കാം, അല്ലെങ്കിൽ ചില റൂൾസ്, നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് നയങ്ങള്, പരിപാടികള്, നിയമങ്ങള്, നടപടിക്രമങ്ങള്, മാർഗനിർദ്ദേശങ്ങള് എന്നീ രൂപത്തിൽ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഒരു സ്ഥാപനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? കമന്റ് ചെയ്തേ. എന്തിനു വേണ്ടിയിട്ടാ? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ, അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പാരാഗ്രാഫ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. യെസ്, ഓക്കെ. നെക്സ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നത് 4 types of resources in an organization are money, material, machinery, and men. An organization cannot accomplish their objectives without human efforts. Managing the human component is the pivotal and the most important task because all else depends on how well it is done. Okay, അപ്പോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 തരത്തിലുള്ള റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, 4 തരത്തിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വിഭവങ്ങളാണ് അല്ലെ. അപ്പൊ 4 തരത്തിലുള്ള റിസോഴ്സസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. അതിനകത്ത് ആദ്യത്തേതാണ് മണി അല്ലെ. ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം അല്ലെ. പണമില്ലാതെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കോ? ഒരിക്കലുമില്ല അല്ലെ. അവരാദ്യം കുറച്ച് പണം ഇറക്കിയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ റിസോഴ്സസ് ആണ് എന്ത്? മണി എന്ന് പറയുന്നത്, പണം. രണ്ടാമത്തത് മെറ്റീരിയൽ ആണ്, വസ്തുക്കൾ. അതായത് പലതരത്തിലുള്ള കമ്പനികളാണ് ഉണ്ടാവുക. ഓരോ കമ്പനിക്കും ഓരോ തരത്തില് അതിനെ ബേസ് ചെയ്ത് എന്താണോ ആ കമ്പനിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, എന്താണോ അവർ ചെയ്യുന്ന ജോലി, അതിനനുസരിച്ച് മെറ്റീരിയലിൽ മാറ്റം വരാം. ഓക്കെ, അപ്പൊ കമ്പനി എന്താണോ, ചിലപ്പോ നമുക്കറിയാലോ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ ആ സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഹോം അപ്ലയൻസുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി നടത്തുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ് ആ ഒരു കമ്പനിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ, അതിനനുസരിച്ചിട്ടാണ് അവിടെയുള്ള ഒബ്ജക്റ്റുകൾ അഥവാ മെറ്റീരിയൽസ് ഉണ്ടാവുക. മൂന്നാമത്തേതാണ് മെഷീനറി അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ
എന്ത് ആവശ്യമാണ്? മെഷീനറി, യന്ത്രങ്ങൾ ആവശ്യമാണ് അല്ലെ? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യന്ത്രങ്ങൾ അഥവാ മെഷീനറി ആവശ്യമാണ്. അപ്പോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 തിങ്സ് ആണ്, 3 തിങ്സ് ആണ്. ഒന്ന് മണി, then മെറ്റീരിയൽ ആൻഡ് മെഷീനറി. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഈ 3 എണ്ണവും ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ 4ാമത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് മെൻ ആണ് അല്ലെ? അതായത് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവശേഷി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യന്റെ എഫേർട്ട് ഇല്ലാതെ ഒരു സ്ഥാപനത്തിനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. എത്ര വലിയ മെഷീനറി നമ്മൾ ഇമ്പോർട്ട് ചെയ്താലും, എത്ര വലിയ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചാലും, ധാരാളം മണി നമ്മൾ സ്പെൻഡ് ചെയ്തത് കൊണ്ടും ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. മറിച്ച് അവിടെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോ മനുഷ്യന്റെ എഫേർട്ട്, അവന്റെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ അവന്റെ ബുദ്ധി, ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ സക്സസ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ എഫേർട്ട് ഇല്ലാതെ ഒരു സ്ഥാപനത്തിനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യ വിഭവങ്ങൾ, അതായത് ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. കാരണം മറ്റെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അവന്റെ തലച്ചോറാണ് ഒരു ഓർഗനൈസേഷനെ സക്സസിലേക്ക് എത്തിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും, മണി ആയാലും മെറ്റീരിയൽ ആയാലും മെഷീനറി ആയാലും ഹ്യൂമന്റെ താഴെയാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്നതാണെന്ത്, അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? Then 3ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്, as a result, the managers have a prime responsibility not only for the behavior and performance of other people, but also of their own department. The greater the commitment of the members to organizational goals, the greater is the degree of effectiveness with which the organization works. അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക് തങ്ങളുടെ വകുപ്പിന്റെ, അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അദ്ദേഹത്തെയാണ് ഇവിടെ മാനേജർ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ എഫിഷ്യൻസിയും മറ്റുള്ളവരുടെ പെരുമാറ്റവും, അതായത് സ്റ്റാഫുകളുടെ ബിഹേവിയറും അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനങ്ങള് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രധാന ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട ഒരു മാനേജർ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അതായത് അവരുടെ വകുപ്പ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ വകുപ്പിന്റെ എഫിഷ്യൻസി, അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ബിഹേവിയർ, അവരുടെ പെർഫോമൻസ് എന്നിവ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഈ മാനേജർക്കാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് വളരെയധികം ഹാപ്പി ആയിട്ട് ജീവനക്കാര്, അതായത് തൊഴിലാളികള് നല്ല രീതിയിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടി അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ് അവര് ജോലി ചെയ്യുന്നതെങ്കിൽ അത്രമേൽ ഒരു ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് തൊഴിലാളികൾ സന്തോഷിച്ചാൽ മാത്രമാണ് അവര് നല്ല രീതിയിൽ, അവർക്ക് എന്താ പറയാ, നല്ല രീതിയിൽ അവർക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ട് എല്ലാവരും ചെയ്തു കൊടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവര് സംതൃപ്തിയോടെയാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന് സക്സസ് ഉണ്ടാവുകയുള്ളൂ. മറിച്ച് തൊഴിലാളികൾ വളരെ ദുഃഖത്തോടു കൂടി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലിയിൽ കാണാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ സക്സസ് ആവാനായിട്ട് പറ്റില്ല. അപ്പോ തൊഴിലാളികൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ജോലി ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?
The next, human resources of people at work are the major component of an organization. It is this human resources which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical, or economic. The individuals who are at work show not only similar behavioral patterns and characteristics to a certain degree, but they also show many differences in behavior. Each individual who works has its own set of needs, drives, goals, and experiences. Each human being is a product of his biological inheritance as well as a result of interactions with his environment. People come to the workplace with some specific motives, like to earn money, to get employment, to have better prospects in future, to be treated as a human being. While they are at the place of work, they sell their labor for reasonable wages, salary, and other benefits. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organizational but also employee and self needs. Okay. ഇവിടെ പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ജോലി ചെയ്യുന്ന മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ മനുഷ്യരെന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ്, അല്ലെ, ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. മനുഷ്യരുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഓർഗനൈസേഷനിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ഥാപനത്തിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. അത് ചിലപ്പോൾ ഫിസിക്കൽ ആവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ആവാം, ഫിനാൻഷ്യൽ ആകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥാപനത്തിന് നേരിടേണ്ടതായിട്ട് വരാം. എന്നിരുന്നാലും മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാ ഫാക്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റെല്ലാ പ്രശ്നങ്ങളും, ഇപ്പൊ ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എറർ, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ സ്ഥാപനത്തിന് നേരിടേണ്ടി വന്നേക്കാം. അത് നമുക്ക് ചിലപ്പോൾ പരിഹരിക്കാനും പറ്റും. പക്ഷേ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പരിഹരിച്ചു പോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു മാനേജ്മെന്റ് ആവശ്യമാണ്. ഇപ്പൊ ഒരു കമ്പനിയില് ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു യന്ത്രം കേടായെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ വിളിക്കും. അവരത് എന്ത് ചെയ്യും? വന്ന് മെയിൻ്റനൻസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവര് തിരിച്ചു പോകും, അല്ലെ? പക്ഷെ ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റു തൊഴിലാളികളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും പലതരത്തിലുള്ള സമരങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? തൊഴിലാളികൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടമായിട്ട് സമരം ചെയ്യുന്നത്, സ്ഥാപനം എന്താ പറയാ ക്ലോസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ആ സ്ഥാപനത്തിന് തൊഴിലാളികൾക്ക് എന്തെങ്കിലും, അവിടെയുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാല് അത് ഉടനെ തന്നെ സോൾവ് ചെയ്യണം. യന്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും മനുഷ്യന്റെ അത്ര ബാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മെരുക്കിയെടുക്കുക, അതായത് തൊഴിലാളികളെ എന്താ പറയാ വരുതിയിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പാരഗ്രാഫിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചില രീതിയിൽ സമാനമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്, സ്വഭാവങ്ങളുണ്ട്. പക്ഷെ അവർക്കിടയില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗോൾസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും കാണാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒരു കൂട്ടം തൊഴിലാളികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ലേബേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കിടയിൽ ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ഉണ്ടാകാം. പക്ഷെ
അവർക്കിടയിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഗോൾസ് എന്ന് പറയുന്നത് ഒക്കെ വ്യത്യസ്തമായിരിക്കുള്ളൂ. ഇപ്പൊ ഒരു 10 ലേബേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ചിലപ്പോ 10 പേരും ഒരേപോലെ ആയിരിക്കും ഏകദേശം ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ അവർക്കിടയിൽ തന്നെ പലവിധ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ 10 പേരെയും ഒരുക്കിക്കൊണ്ട് പോവുക, ഒരേപോലെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതിന് പിന്നിൽ നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് ആവശ്യമാണ്. അതിനാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഓരോ മനുഷ്യരും, അതായത് ഓരോ ആളുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അല്ലെ? ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഒക്കെ പലതരത്തിലുള്ള ചുറ്റുപാടുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കൾച്ചറുകളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവരെ ഒക്കെ കൂടി ഒരുമിച്ചാക്കാനായിട്ട് ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയാ കഴിവിനനുസരിച്ചിട്ടാണ് അത് മുന്നോട്ട് പോവുക. ഓക്കെ. ഒരു സ്ഥാപനം 100 പേരുള്ള 100 തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ 100 പേരും ഒരേപോലെ പണിയെടുത്താലാണ് അല്ലെങ്കിൽ ഒരേപോലെ ആത്മാർത്ഥത കാണിച്ചാലാണ് അത് 100% സക്സസ് ആവുക. അപ്പൊ അതിന് പിന്നിൽ എന്ത് വേണം? ഒരു മാനേജ്മെന്റ്, അല്ലെ? ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആവശ്യമാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? കുറച്ച് പാരാവാരം പോലെ പരന്നു കിടക്കുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്ര ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നേ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പാരഗ്രാഫിൽ പറയുന്നത്, മനുഷ്യരെന്ന് പറയുന്നത്, അല്ലെ? അതെ, ഹ്യൂമൻ എന്ന് പറയുന്നത് ജോലിക്ക് എത്തുന്നത് ചില ഉദ്ദേശങ്ങളോടെയാണ്. എന്തൊക്കെ ഉദ്ദേശങ്ങളോടെ ആയിരിക്കും ഇത് ജോലിക്ക് എത്തുക? ആരെങ്കിലും വെറുതെ ജോലി ചെയ്യാൻ സമ്മതിക്കുമോ? എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം? സാലറി, അല്ലെ? സാലറി, remuneration, better life. Okay. Yes. അതായത് മനുഷ്യർ ജോലിക്ക് എത്തുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടെയാണ്. അവർ ചില പർപ്പസ് ഉണ്ട് ഹ്യൂമൻസ് ജോലിക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പർപ്പസ് ഉണ്ട് അവർക്ക്. ഒന്നെന്ന് പറയുന്നത് പണം സമ്പാദിക്കാനാണ്. എല്ലാവരുടെയും പ്രൈമറി ആയിട്ടുള്ള ഒരു നീഡാണ് എന്ത്? പണം സമ്പാദിക്കുക, അല്ലെ? ജോലി ചെയ്താലാണ് നമുക്ക് പണം കിട്ടുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടു ഏൺ മണി, അല്ലെ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോയിന്റ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടു ഏൺ മണി. ഓക്കെ. പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്സ് ലൈക്ക് ടു ഏൺ മണി. പണം സമ്പാദിക്കാനാണ് ആദ്യം മനുഷ്യൻ ജോലിക്ക് എത്തുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട്, ഓക്കെ, ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, നല്ല നിലയിലാകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ ടു ഹാവ് ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ, നല്ല ഒരു ഭാവി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീയിങ് വൈൽ ദേ ആർ അറ്റ് ദ പ്ലേസ് ഓഫ് വർക്ക്, നല്ല രീതിയിൽ റെസ്പെക്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഒരു ജോലി ഇല്ലാത്ത ഒരാളും ഒരു ജോലി ഉള്ള ഒരാളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ റെസ്പെക്ട് കിട്ടുക? ആർക്കാണ് കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത്? ആസ് എ വിമൺ എന്ന രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 സ്ത്രീകൾ വരുവാണ്. ഒരാള് ഹൗസ് വൈഫ് ആണ്, ഒരാള് ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാളാണ്. ആർക്കാണ് കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത്? ജോലിയുള്ള ആൾക്കാണ്, അല്ലെ? അപ്പോ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് റെസ്പെക്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ ജോലി ചെയ്യാറുണ്ട്. അപ്പൊ പണം സമ്പാദിക്കാൻ, അതുപോലെ തന്നെ നല്ലൊരു എംപ്ലോയ്മെന്റ് നേടുന്നതിന് വേണ്ടിയിട്ട്, ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാന്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ആളുകൾ ജോലിക്ക് എത്തുന്നത്. ഓക്കെ. ഇനി ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുന്നത്? അവരുടെ മാക്സിമം, അത് ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റൽ ആയിക്കോട്ടെ, അവരുടെ എഫേർട്ട്, ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട് എന്ത് ചെയ്യുന്നു? അവര് സെല്ല് ചെയ്യുന്നു, വിൽക്കുന്നു. ഇപ്പൊ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളെന്ന് പറയുന്നത് അയാളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെ? ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആള് അയാളുടെ എന്താ പറയാ ബ്രെയിൻ
സ്ട്രെങ്ത് ആയിരിക്കും, തലച്ചോറായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടും ഒരേപോലെയാണ്. ഒരാൾ ഫിസിക്കൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റൊരാള് ബ്രെയിൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവര് വിൽക്കുന്നു. ഓക്കെ, അത് സെല്ല് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സെല്ല് ചെയ്യുന്നത്? അവര് എന്തിനാ വിൽക്കുന്നേ? എന്തിനാണ് അവരുടെ സ്ട്രെങ്ത് അവര് സെല്ല് ചെയ്യുന്നേ? എന്തിനാ സെല്ല് ചെയ്യുന്നത്? ആൻസർ ഇല്ലേ? എന്തിനായിരിക്കും? ഒരാളുടെ കായിക എന്താ പറയാ, അയാളുടെ ശാരീരികമായിട്ടുള്ള സ്ട്രെങ്ത്, ബലം എന്താ പറയാ വിൽക്കുക ചെയ്യുന്നത്. അതായത് കൂടുതലും പണിയെടുക്കുന്നു. ഒരു കർഷകൻ ഒരു കൃഷിസ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പണിയെടുക്കുവാണ്. അയാളുടെ ശാരീരിക ക്ഷമതയാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? അയാൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതെ, അതായത് വേജസ് അല്ലെങ്കിൽ സാലറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് അവരവരുടെ എഫേർട്ട് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ദെൻ അതുപോലെ തന്നെ ലേബേഴ്സ് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ നോളജും എനർജിയും നൽകി സ്ഥാപനത്തിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, എന്താ ചെയ്യുന്നേ? ലേബേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ എനർജി അതുപോലെ തന്നെ അവരുടെ അറിവുകള് ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സ്ഥാപനത്തിനെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല അല്ലെ. അവരവരുടെ മാക്സിമം എഫേർട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ മാക്സിമം നോളജ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അവരെ താങ്ങി നിർത്തേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ മാത്രമല്ല, ജീവനക്കാരുടെ അതായത് ലേബേഴ്സിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇത്തരക്കാര് 100 ലേബേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ 100 പേരുടെയും കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതും അവർക്ക് വേണ്ട വർക്കിംഗ് ആൻവെന്റ് ഒരുക്കി കൊടുക്കേണ്ടതും ഒക്കെ ആരാണ്? ആ സ്ഥാപനത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും പറഞ്ഞത്? ഫോർത്ത് പാരഗ്രാഫ് ആണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം നമുക്ക്. It is a very important and challenging job in managing people. Because of the dynamic nature of the people, not two people are alike. People cannot be operated like a machine or shifted and altered like a template in a room layout. They therefore need tactful handling by management personnel. Manpower management is most pivotal job because managing people is the heart and the essence of being a manager. It is concerned with any activity that relates to human elements or relations in organization. Unless the human elements is taken into consideration, a business can succeed. Okay. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് മനുഷ്യരെ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്, ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഇമ്പോർട്ടന്റും ആണ്, എന്നാൽ അതിൽ ധാരാളം ചാലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കാരണം എന്ന് വെച്ചാല് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളിൽ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി കയറിയെന്ന് വിചാരിക്കാം. ഈ HN70 എല്ലാവരും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ കയറുമ്പോൾ നിങ്ങളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എന്താ പറയാ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ പല സ്വഭാവക്കാരാണ് അല്ലെ, പലതരത്തിലുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാവരും ഒരേപോലെയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും താല്പര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വേണം ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പൊ എല്ലാവരെയും അതായത് ആളുകൾ എന്ന് പറയുന്നത് സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വരാം. അപ്പൊ ഇക്കാര്യം നമ്മള് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇത്തരം ആളുകളെ മാനേജ് ചെയ്യാൻ. എല്ലാവരും വ്യത്യസ്തരാണ്. രണ്ടാളുകൾ തമ്മിൽ പലതരത്തിലുള്ള സാമ്യങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് തമ്മിൽ പലവിധ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഈ വ്യത്യാസങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. തൊഴിലാളികൾക്കിടയിലാണെങ്കിലും
പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അല്ലെ, പലതരത്തിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പ്രോബ്ലം ആയിട്ട് ഒരു സ്ഥാപനത്തിന് വരാറുണ്ട്. അപ്പൊ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യനെ യന്ത്രം പോലെ നിയന്ത്രിക്കാനോ റൂം ടെംപ്ലേറ്റ് പോലെ മാറ്റാനോ സാധിക്കില്ല. ഒരു മെഷീൻ ആണെങ്കിൽ അല്ലെ, ഒരു മെഷീനറി, ഒരു യന്ത്രം നമ്മൾ കൊണ്ടുവരുവാണ്, ആ യന്ത്രം നമ്മൾക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ അത് പ്രവർത്തിക്കും, സ്വിച്ച് ഓഫ് ചെയ്താൽ അത് ഓഫ് ആകും. അത് നമ്മുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. പക്ഷെ ആ യന്ത്രം പോലെ മനുഷ്യരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. മനുഷ്യരെന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ. ഒരു യന്ത്രം പോലെ ഒരിക്കലും നമ്മൾക്ക് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ആളുകളെ കൈകാര്യം ചെയ്യുന്നതാണ് മാനേജറിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന് പറയുന്നത് ആളുകളെ കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമാകുക എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഭാഗത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, സെക്കൻഡ് പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ.
ഓക്കെ, അയച്ചു കഴിഞ്ഞല്ലേ? നോക്കൂട്ടോ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ദർ ആർ 3 സ്റ്റാൻഡ് പോയിന്റ്സ്. പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. Proper management of personnel increase their dignity by satisfying their social needs. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ലൊരു മാനേജ്മെന്റ് ആണെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഓക്കെ, നല്ലൊരു മാനേജ്മെന്റ് എന്ത് ചെയ്യും? അവിടെയുള്ള ലേബേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറ്റാനായിട്ട് ശ്രമിക്കും. അത് അവരുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നല്ലൊരു മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, അതിലൂടെ അവരുടെ ഡിഗ്നിറ്റിയും വർദ്ധിക്കുന്നു. ദാറ്റ് ഈസ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തെ പോയിന്റ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയൺമെന്റ് ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. അതായത് ഹെൽത്തി വർക്കിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ കൂട്ടമായിട്ട് തൊഴിലാളികൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. ഒരേ മനസ്സോടെ ആ സ്ഥാപനത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുന്നു. ദാറ്റ് ഈസ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, then third one, significance for individual enterprise. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. തൊഴിലാളികൾക്കിടയിൽ നല്ല രീതിയിലുള്ള മനോഭാവം വളർത്തി ജീവനക്കാരെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നു. അതായത് ഒരു സ്ഥാപനത്തില് ഒരു 10 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ മനോഭാവം വളർത്തി ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ക്ലിയർ ആണോ? മൂന്നും ഓക്കെ ആണോ? നെക്സ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ 2 തരത്തിലുള്ള മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് വ്യക്തിഗത മാനേജ്മെന്റ്, വ്യക്തികളെ മാത്രം ശ്രദ്ധിക്കുന്ന അത്തരത്തിലുള്ള മാനേജ്മെന്റ് ആണത് പേഴ്സണൽ മാനേജ്മെന്റ്. രണ്ടാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മനുഷ്യ വിഭവശേഷി കൈകാര്യം അല്ലെങ്കിൽ കൺട്രോൾ, അങ്ങനെ പറയാം. ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. 2 പേർക്കും ഒരേ ലക്ഷ്യങ്ങളാണ് ഉള്ളതെങ്കിലും രണ്ടിലെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് PM എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്, HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതിൽ PM-ലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളികളെ പണിയെടുപ്പിച്ച് അല്ലെങ്കിൽ തൊഴിലാളികളെ കൊണ്ട് ഇരട്ടി ജോലി ചെയ്യിപ്പിച്ച് അവരെ കുറച്ച് കഷ്ടപ്പെടുത്തിയൊക്കെയാണ് പണ്ട് കാലത്ത് മുതലാളികള് ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു എന്താ പറയാ സമ്പ്രദായവുമായിട്ട് നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റിനെ കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. മെഷീൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികൾ അല്ലെ? ആണോ? മെഷീൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികളാണോ? അതെ. ഓക്കെ, അപ്പോ അവരുടെ മാനേജ്മെന്റ് ആണ് PM-ൽ നടക്കുന്നത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് ലേബേഴ്സിനെ എടുക്കുന്നു. ഒരു ഫാക്ടറിയിൽ ധാരാളം ജോലിക്കാരുണ്ടാവാം. അതിനകത്ത് ഈ ഇത്തരം ജോലികൾ ചെയ്യുന്ന യന്ത്രങ്ങളുടെ കൈകാര്യം അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന
കുറച്ച് തൊഴിലാളികളെ മാത്രം തെരഞ്ഞെടുത്ത് അവരെ മാനേജ് ചെയ്യുന്നു. അതാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. ദെൻ നേരെ നമുക്ക് HRM-ലോട്ട് പോവാം. HRM എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല. കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് എല്ലാ തരത്തിലുള്ള തൊഴിലാളികളും ഇതിനകത്ത് പെടുന്നതാണ്. പേഴ്സണൽ മാനേജ്മെന്റിൽ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നതെങ്കിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ലേബേഴ്സിനെയാണ് പറയുന്നതെങ്കിൽ, HRM-ൽ വരുമ്പോൾ ഡിസിഷൻ മേക്കേഴ്സ്, അതായത് ഒരു കമ്പനിയിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സ്റ്റാഫുകളെ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്താം, HRM-ൽ ഉൾപ്പെടുത്താം. അപ്പൊ എല്ലാത്തരം സ്റ്റാഫുകളും എവിടെ വരുന്നതാണ്? HRM-ൽ വരുന്നതാണ്. എന്നാൽ PM-ൽ അത് വരുന്നില്ല. അതിനകത്ത് കുറച്ചു പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ആദ്യത്തെ പോയിന്റ്. ഓക്കെ. രണ്ടാമത്തേതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. ഈ ഒരു PM എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ബന്ധം ആര് തമ്മിലാണ്? മാനേജ്മെന്റും ട്രേഡ് യൂണിയനുമായിട്ടാണ്. അതായത് തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ട്രേഡ് യൂണിയൻ ഇൻവോൾവ് ആകും. നമ്മൾ പണ്ടത്തെ സിനിമകളിൽ അത് കണ്ടിട്ടില്ലേ? പണ്ടത്തെ സിനിമകൾക്ക് ഓർത്തു നോക്കിയാൽ നിങ്ങള് തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് എന്ത് ചെയ്യില്ല, ചിലപ്പോ മുതലാളിയെ അറിയിക്കില്ല, ഒരു ട്രേഡ് യൂണിയൻ വഴി എന്ത് ചെയ്യും, ഇക്കാര്യം പാസ് ചെയ്യും. അങ്ങനെ ട്രേഡ് യൂണിയനും മാനേജ്മെന്റുമാണ് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെടുക. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് വരുന്നില്ല, പകരം ട്രേഡ് യൂണിയൻസും മാനേജ്മെന്റും തമ്മിലുമായിട്ടാണ് ഇവിടെ റിലേഷൻ. എന്നാൽ HRM-ൽ നോക്കിയേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എന്നാൽ HRM-ലേക്ക് വരുമ്പോൾ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലാണ് ബന്ധം. ലേബറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് മുതലാളിയെ അല്ലെങ്കിൽ എംപ്ലോയറെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തേത് വരുന്നത് മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. തീരെ താഴേക്കിടയിലുള്ള തൊഴിലാളികളെയാണ് PM-ൽ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ, സ്പെസിഫിക് ആയിട്ട് ഒരു കൂട്ടം തൊഴിലാളികളെ എടുക്കുന്നു. അതും താഴ്ന്ന നിലയിലുള്ള ഒരു കമ്പനിയിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവുക അല്ലെ, മാനേജർ ഉണ്ടാവാം, സൂപ്പർവൈസർ ഉണ്ടാകാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. അതിനകത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ, ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന ആളുകളെയാണ് PM-ൽ കൈകാര്യം ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട്. Then HRM-ൽ വരുമ്പോൾ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. ആ ഒരു കമ്പനിയിലെ എല്ലാത്തരം സ്റ്റാഫുകളും എവിടെ വരും? HRM-ൽ വരും. അവരുടെ എല്ലാവരുടെയും മാനേജ്മെന്റ് ആരാണ് ചെയ്യുന്നത്? HRM ആണ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ഒരു സൂപ്പർവൈസർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഇവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ ആരാ മാനേജ് ചെയ്യാ? ആരാ മാനേജ് ചെയ്യാ? ടെൽ മീ, ആരാ മാനേജ് ചെയ്യുന്നത്? ആരാണ് മാനേജ് ചെയ്യുന്നത്? HRM ആണ് മാനേജ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അവർ ഒരേപോലെയാണ് കണക്കിലെടുക്കുന്നത് കേട്ടോ. അവിടെ വേർതിരിവോ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, മനുഷ്യരാണ് അവിടെ പ്രധാനം. നാലാമത്തേത് എന്ന് പറയുന്നത് ഇതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. PM എന്ന് പറയുന്നത് പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു രീതിയാണ്. HRM എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. കുറച്ചു കാലങ്ങളായിട്ട് നിലവിൽ വരുന്ന ഒരു ട്രെൻഡ് ആണെന്ത്? HRM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും HRM ഉണ്ട്. ഓക്കെ, രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ടേബിള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിൾ ഇമ്പോർട്ടന്റ് ആണോ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചില ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ചില ആളുകള് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ച് ചില ഡെഫിനിഷൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് പേഴ്സണൽ മാനേജ്മെന്റ്, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഡെഫിനിഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് is that a stage of management which carries out the effective control and use of manpower as distinguished from other source of power. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ഫലപ്രദമായ നിയന്ത്രണം ഉപയോഗവും നടത്തുന്ന ഒരു ഘട്ടമാണ്. അതായത് മാക്സിമം തൊഴിലാളികളെ നിയന്ത്രിക്കുക,
അതുപോലെ തന്നെ അവരെ മാക്സിമം ഉപയോഗിക്കുക എന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റുള്ള അധികാര സ്രോതസ്സിൽ നിന്ന് വ്യത്യസ്തമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് ആദ്യത്തേതിൽ പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എഡ്വാർഡ് ഫ്ലിപ്പ് സ്റ്റേറ്റ്സ്. അതായത് എഡ്വാർഡ് ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, development, compensation, integration, maintenance and separation of human resources to the end that the individual, organizational and the societal objective are fulfilled. അതായത് എഡ്വാർഡ് ഫ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതനുസരിച്ച് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആളുകളെ തെരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആളുകൾക്ക് പരിശീലനം നൽകുക, അതുപോലെ തന്നെ ശമ്പളം നൽകുക, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഐക്യവും, അതായത് പരസ്പരമായിട്ടുള്ള ഐക്യവും സഹകരണവും ഉറപ്പുവരുത്തുക, ജോലിയിൽ തുടരാനായിട്ട് അവരെ സമ്മതിക്കുക, അതുപോലെ തന്നെ ജോലി ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ജോലി ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കാര്യങ്ങൾ ബോധിപ്പിക്കുക. സെപ്പറേഷൻ ഒക്കെ വന്നാൽ ചില ആളുകള് റിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ചില ആളുകളെ പിരിച്ചുവിടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും കൂടിയാണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ജോലി. ഇത് HR-ഉമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഒരാളെ ജോലിക്ക് തെരഞ്ഞെടുക്കുന്നത്, അയാളെ ട്രെയിൻ ചെയ്യുന്നത്, അതുപോലെ തൊഴിലാളികൾക്കിടയിൽ പരസ്പര മനോഭാവം അല്ലെങ്കിൽ ഐക്യം, യൂണിറ്റി പോലുള്ള കാര്യങ്ങള് നിലനിർത്തുന്നത്, അതുപോലെ തന്നെ ജോലി ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നതാണെന്നാണ് എഡ്വാർഡ് ഫ്ലിപ്പ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഒരാളുടെയും കൂടി ഡെഫിനിഷൻ നമുക്ക് നോക്കാം. In the opinion of Dunn and Stephens, the personal management is the process of attracting, holding, and motivating people that involves all managers, line, and the staff. Attracting people by offering suitable monetary and non-monetary rewards, holding or retaining by improving the work environment, motivating by following progressive practices and human policies to create personal satisfaction to the employees. അതായത് ഡൺ ആൻഡ് സ്റ്റീഫന്റെ അഭിപ്രായത്തിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഇതിൽ വരുന്നത് ആളുകളെ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അതായത് തൊഴിലാളികളെ അട്രാക്ട് ചെയ്യുക, അവരെ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളെയും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലേബേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും അവരെ ഹോൾഡ് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, അതായത് അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നു. അട്രാക്ഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അട്രാക്ടിങ്. അട്രാക്ടിങ് എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുക? ആളുകളെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്ത് നിർത്തുന്നത്? ജോലിയില് എന്തുപയോഗിച്ചിട്ടായിരിക്കും? സാലറി അല്ലെ? പണം നൽകിയും മറ്റുമുള്ള ഇൻസെന്റീവുകൾ വഴിയും ആളുകളെ ആകർഷിക്കുന്നു. ഒരു ജോലിയിൽ ഒരാള് വരണമെങ്കിൽ, അയാളെ ജോലി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരണമെങ്കിൽ അതിനുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടിയിരിക്കണം അല്ലെ? നമ്മളിപ്പോ ഒരു ജോബിന് അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ നമ്മളിപ്പോ ന്യൂസ് പേപ്പറിലാണ് ആ ജോബിനെ കുറിച്ച് കണ്ടത്. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും സാലറി 50,000 എന്ന് എഴുതിയിട്ടുണ്ടാവും. കൂടാതെ
മറ്റ് ബെനിഫിറ്റ്സും ചിലപ്പോൾ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മളെ അത് അട്രാക്ട് ചെയ്ത് നമ്മുടെ കണ്ണൊന്ന് അതിനകത്ത് ഉടക്കി അല്ലെ. നമുക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്ത ജോലി കൂടിയാണെങ്കിലും ആ സാലറി കണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് കണ്ടിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോ നമ്മൾ ആ ജോലിയിൽ അപ്ലൈ ചെയ്യാം, നമുക്ക് ആ ജോലി കിട്ടിയെന്ന് വരാം. അപ്പോ ആളുകളെ അല്ലെങ്കിൽ തൊഴിലാളികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകമാണത് സാലറി അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് തൊഴിലാളികളെ ഹോൾഡ് ചെയ്യുന്നത്? അവര് വന്നു ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചു. ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ട് ഇട്ടിട്ട് പോവാം അല്ലെ, ജോലി ഉപേക്ഷിച്ച് പോകാം. പക്ഷെ ജോലി ഉപേക്ഷിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് തൊഴിലാളികളെ പിടിച്ചു നിർത്തുന്നത്, ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്? നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്ത്. ഇപ്പൊ നമ്മള് ഈ ഒരു 50,000 എന്ന് പറയുന്ന ആ ഒരു ഇത് കേട്ടിട്ട് നമ്മൾ വരുവാണ്, പക്ഷെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് അല്ല അവിടെ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോ നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകളെ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗം അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. മനസ്സിലായോ ഇത്രയും വരെ എടുത്തത്? സോഷ്യൽ സിഗ്നിഫിക്കൻസും പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസും 3 തരും. എന്താ? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഒക്കെ അല്ലേ 3 അതൊന്ന് പറഞ്ഞുതരോ? സോഷ്യൽ സിഗ്നിഫിക്കൻസ് അല്ലെ, സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാല് നല്ല മാനേജ്മെന്റ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, അത് അവരുടെ ഡിഗ്നിറ്റിയെ വർദ്ധിപ്പിക്കുന്നു, അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാല് ഹെൽത്തിങ് വർക്കിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു. മൂന്നാമത്തത് നല്ല മനോഭാവം വളർത്തി ജീവനക്കാരെ ലക്ഷ്യങ്ങളിൽ എത്താൻ പ്രേരിപ്പിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മിസ്.